ഘട്ടങ്ങളിലൊക്കെയും അജിച്ചേട്ടൻ കൂടെ ഉണ്ട്. അതായത് മകൻ ആദ്യം ചെറിയ ബുദ്ധിമുട്ടുകൾ തോന്നുന്നു, അപ്പോൾ തന്നെ ഫാമിലിയിൽ ഒരു സങ്കടം സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷെ എന്നാലും അതിൻ്റെ പിന്നാലെ ചികിത്സയുമായിട്ട് പോകുന്നു. പിന്നീടാണ് ഈ ഒരു ഘട്ടം ജാസ്മിൻ ഫേസ് ചെയ്ത് തുടങ്ങുന്നത്. ലക്ഷണങ്ങൾ വരുന്നു, 65-ലേക്ക് കാഴ്ച പോകണമെന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ വരികയാണ്. ജാസ്മിൻ എങ്ങനത്തെ ഒരു ഭാര്യയായിരുന്നു? അതായത് നല്ല ബോൾഡായിരുന്നോ, അതോ എന്തിനും പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സങ്കടപ്പെടുന്ന, എങ്ങനെയാണ് ഇതിനെയൊക്കെ ഇത്തരം ഘട്ടങ്ങളെയൊക്കെ അജിച്ചേട്ടൻ ജാസ്മിനിൽ എങ്ങനെയാണ് കണ്ടത്? ജാസ്മിനെ ഞാൻ കല്യാണം കഴിയുമ്പോൾ സ്മാർട്ടായിരുന്നു. കാരണം ഡ്രൈവിംഗ് അറിയാതെ ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്ന് വെച്ചാൽ എവിടെ എനിക്കിടത്തൊന്നും പോകണ്ടല്ലോ, എൻ്റെ വണ്ടി കൊണ്ട് പോകുമായിരുന്നു. നന്നായി ഡ്രൈവ് ചെയ്യാൻ. അത് കാഴ്ച നന്നായിട്ട് കുറഞ്ഞതിന് ശേഷവും ചെറിയ വഴികളെല്ലാം വണ്ടി ഓടിക്കുമായിരുന്നു. ഇപ്പോഴാണെങ്കിലും ഗിയറൊക്കെ മാറും, ക്ലച്ച് കൊണ്ട് കേട്ടോ. അതൊക്കെ ഇഷ്ടമാണ് ഭയങ്കര. അത് കണ്ട് കൂടുതൽ പോരുമ്പം അപ്പം ഇങ്ങനെ കണ്ണിന് കാഴ്ച കുറഞ്ഞു പോയാലും കുറയാൻ തുടങ്ങിയാലും ആദ്യത്തെ ഒരു കുറച്ച് നാൾ ചില വേദന നിറഞ്ഞ സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഒന്നാമത്തെ കാരണം വെച്ചാൽ ചിലരൊക്കെ ഇങ്ങനെ ചോദിക്കും, ജാസ്മിനെ ഇങ്ങനെ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ മോനും നിങ്ങളൊരു മുറിയിലാവും, എൻ്റെ അവസ്ഥയും ഇച്ചിരി മോശമാവും, എനിക്ക് പുറത്തിറങ്ങാനുള്ള സാധ്യത. അന്നേരം എനിക്ക് വെച്ചിട്ടൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ജാസ്മിൻ അതിനെ അതിവിദഗ്ധമായ രീതിയിൽ തരണം ചെയ്തു. അത് വല്ലാത്തൊരു സംഭവം. ഞാൻ പോലും അറിഞ്ഞിട്ടില്ല ഇങ്ങനൊരു സംഭവം. ഇങ്ങനെ കണ്ണടച്ച് പിടിച്ചാണ് ആദ്യം പ്രാക്ടീസ് ചെയ്തത്. കണ്ണടച്ച് വെച്ച് പ്രാക്ടീസ് ചെയ്തു വീട്ടിലെ ജോലി. അപ്പോൾ സംശയം എനിക്ക് മുന്നോട്ട് ജീവിക്കണം എന്നുള്ള ഒരു ചിന്തയാണ്. എങ്ങനെ ഈ കണ്ണിന്റെ കാഴ്ച കുറച്ച് നാൾ അത് ജാസ്മിൻ പറയും, കണ്ണിന് സർജറിയൊക്കെ ചെയ്തായിരുന്നു. ആ സർജറി ചെയ്തിട്ടും പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടില്ല. അപ്പം അത് 60 ദിവസം ആകല്ല, അതിന് മുമ്പ് തന്നെ പോകുമെന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ എങ്ങനെ എനിക്ക് മുന്നോട്ട് ജീവിക്കാം എന്നുള്ള ആ സന്തോഷത്തോടെ ജീവിക്കാന്നുള്ള ചിന്തയിൽ നിന്നാണ് ഈ കണ്ണടച്ച് പിടിച്ച് ഇത് പ്രാക്ടീസ് ചെയ്യുന്നതും പിന്നെ എല്ലാ ജോലികളും ചെയ്യുന്നതും. ഇപ്പോഴാണെങ്കിൽ പോലെ ഞാൻ പറയാൻ കേട്ടോ, കുറേ നാളുകൾ ചെയ്തു. ഇപ്പോഴാണ് ഇപ്പോൾ ഈ മുണ്ടിന്റെ ഭക്ഷണം ഉപയോഗിക്കുന്ന പോലെ ജാസ്മിൻ മുക്കി തരുന്നത്. എനിക്കൊരു ജോലിയില്ല, തേക്ക് കൊടുക്കുക, പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഇതെല്ലാം ഉജാല മാത്രം ഒഴിച്ചു കൊടുക്കണം, എല്ലാം റെഡിയാക്കി തരുന്ന എല്ലാം ജാസ്മിൻ. അപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാനൊരു ഭാഗ്യവാൻ തന്നെയാണ്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ജോലികളും ഭംഗിയായിട്ട് ചെയ്ത് തരുന്നുണ്ട്. വീട്ടിലെ ജോലികളും ജാസ്മിനിൽ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ദോശ ഒരാളുടെ സഹായത്തിനില്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞ് ഞാൻ ചെയ്തു കൊടുക്കും. ചായ ഉണ്ടാക്കുന്ന വീട്ടിൽ ഞാൻ തന്നെ ചായ ഉണ്ടാക്കുന്നത്. കാരണം വെച്ചാൽ തിളച്ച് വരുന്നൊന്നും അറിയത്തില്ല. അപ്പം ഞങ്ങൾ അതങ്ങനെയുള്ള കാര്യം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഞങ്ങൾ ഞങ്ങൾ കല്യാണം കഴിച്ചാൽ ഞങ്ങൾ ഭയങ്കര ഒത്തൊരുമയിലാണ് ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ ദൈവം എങ്ങനെയോ എൻ്റെ മനസ്സ് പോലെ തന്നെയാണ് ഞാൻ ചിന്തിക്കുന്ന കാര്യം തിരിച്ചു കഴിയുമ്പോൾ ഇത് ജാസ്മിൻ പറയും, ഇത്ര കഴിയുമ്പോൾ പറയും. ഞാൻ അതുകൊണ്ട് എൻ്റെ കാര്യം തിരിച്ചും അതുപോലെ തന്നെ ഒരേ ചിന്താഗതിയാണ്. അതെങ്ങനെയാണ് ദൈവം കൂട്ടി കഴിപ്പിച്ചു സന്തോഷത്തോടെ. അതുകൊണ്ട് ഞങ്ങളാണെങ്കിൽ നമ്മൾ സാധാരണ ഭാര്യാഭർത്താക്കന്മാരെല്ലാം ഞങ്ങൾ തമാശയൊക്കെ പറയും, ഇരുന്നാൾ നടന്ന ഭാഷ പറയും, കൈ പിടിച്ച് നടക്കും. അങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്.